ഇതിന്റെ ഡയറക്ടറും ആക്ടറും ഒരാളാണെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അവിശ്വസനീയത തോന്നാം. അത്രയ്ക്ക് കിടും മേക്കിങ്, ക്രാഫ്റ്റ്, ആർട്ട് വർക്ക്, കോസ്റ്റ്യൂം, BGM, ആക്ടിങ്ങും കാസ്റ്റിങ്ങും ഒക്കെ ടോപ്പ്, വേറെ ലെവൽ ഐറ്റം. ഇവൻ ഇങ്ങനെ ഈ ഒരു മാജിക്കൽ വേൾഡ് ക്രിയേറ്റ് ചെയ്തു. അതില് ഇവന് ഈ ഭ്രാന്തായതാണോ, ഇവന്റെ ഉള്ളിൽ ഗുളികം കയറിയതാണോ എന്ന് വരെ സംശയിച്ചു പോകുന്ന ആക്ടിങ്. പിന്നെ രുക്മിണി വസന്തിന്റെ ഷോ, ജയറാമിന്റെ സർപ്രൈസ് പെർഫോമൻസ്, പിന്നെ നമ്മുടെ മെയിൻ വില്ലൻ, അയാൾ കന്നഡക്കാരനാവാനേ സാധ്യതയുള്ളൂ എന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. കാരണം ഞാൻ അയാളെ ഹിന്ദി സിനിമയിലെ കണ്ടിട്ടുള്ളത്. പുള്ളി അടിപൊളിയായിട്ട് ഡബ് ചെയ്യുന്നതാണെന്ന് ഞാൻ കരുതിയത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ കന്നഡക്കാരനാണ്, ബാംഗ്ലൂരുകാരനാണെന്ന്. പൊളി, അയാളും പൊളി. പിന്നെ ഓരോ കാസ്റ്റും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് സത്യം പറഞ്ഞാൽ ഈ BGM-നേക്കാളും ആക്ടിങ്ങിനേക്കാളും ഡയറക്ഷനേക്കാളും ആക്ഷൻ കൊറിയോഗ്രാഫി. ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് വെച്ചാൽ ഓരോ ആക്ഷനും ഓരോ ഫൈറ്റിനും ഓരോ അടിക്കും ഓരോ പ്രോപ്പർ എൻഡിങ് ഉണ്ട്. അതായത് അവിടെ നിന്നൊക്കെ വരും. പിന്നെ ഇവന്റെ ഉള്ളില് മറ്റേ സംഭവം കയറി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ വേറെ വേൾഡിലെ എന്ന് പറയില്ലേ, ഔട്ട് ഓഫ് ദ വേൾഡ് സംഭവം. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ സിനിമയുടെ ഒരു അപ്പോകാലിപ്റ്റോനേക്കാളും ടോപ്പ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അപ്പോകാലിപ്റ്റോ ലിമിറ്റഡ് ടൈമിൽ കാണിക്കുന്ന, ലിമിറ്റഡ് സെറ്റപ്പിൽ കാണിക്കുന്ന ഒരു സംഭവം. ഇതല്ല, ഇത് ഇവന്റ്സ് വെച്ച് നമ്മളെല്ലാവരും, അതായത് കന്നഡക്കാരുടെ കൂടെ കണ്ടുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇമോഷണായി ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോൾ. ഇവിടെ ഇരുന്ന് കാണുന്ന ഒരുവിധം എല്ലാവരുടെ അവസ്ഥ തന്നെയായിരിക്കും. നോർത്തിലുള്ളവർക്ക് ഗുളികനും ചാമുണ്ടിയൊക്കെ വർക്കാവുമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരും കൈകൂപ്പും. ആ ലെവലിൽ സാധനം എടുത്തു വെച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസിന്റെ ഒക്കെ പീക്ക്, നാഷണൽ അവാർഡ് കൺഫേം. ഒരാൾക്കും ഇനി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിന് മേലൊക്കെ ഇത് അഭിനയം ഒന്നും പറയാൻ പോലും പറ്റില്ല. അജാതി പെർഫോമൻസ്, ഇതിലെല്ലാ ടോപ്പ് കാസ്റ്റിന്റെ പെർഫോമൻസും ടോപ്പ്. BGM എന്നൊക്കെ വെച്ചാൽ കത്തിച്ച് വിടാന്ന് പറയില്ല, ഇതിനൊരു തിരികൊളുത്തി ഇങ്ങനെ വിടുക, ലാസ്റ്റ് വരെ ഇങ്ങനെ BGM പോവാ. പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് സ്ലോ ആണ്, സെക്കൻഡ് ഹാഫ് ആണ് കത്തിക്കുന്നത്. എനിക്ക് തുടക്കം തൊട്ട് ഫസ്റ്റ് സീൻ മുതൽ, കഥ തുടങ്ങുമ്പോൾ മുതൽ ലാസ്റ്റ് വരെയും ഒരു ഡിലേ ഇല്ല, ഒരു ലാഗ് ഇല്ല, അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കന്നഡയിൽ കാണുമ്പോൾ നമുക്ക് ആകെ ഇടയ്ക്ക് നമുക്കൊരു കല്ലേടി തോന്നുക, അവരെ ഇപ്പോഴത്തെ ഉടുപ്പി സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്, എന്താ പറയുക എന്നുള്ള സംഭവം. അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിലുള്ളവർ ചിന്തിക്കുന്നത് ഏറ്റവും ആദിമ ഭാഷ തമിഴാണെന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്നത്. അപ്പൊ കന്നഡക്കാർക്ക് ഏറ്റവും ആദിമ ഭാഷ കന്നഡയെന്ന് പറഞ്ഞ് ജീവിക്കാം. അവരുടെ നാട്ടിലുള്ളവരുടെ ഭാഷ തന്നെയായിരിക്കും പണ്ട് സംസാരിച്ചിട്ടുണ്ടാവാന്നുള്ള രീതിയിലും പണം എടുക്കാം. അത് കുഴപ്പമില്ല, വേറെ ഒരു പോരായ്മ ഈ പടത്തിനകത്തില്ല. ജയറാമിനൊക്കെ ഇത്രയും വൃത്തിക്ക് നല്ലൊരു റോളില്, ഒരു കോമാളിയാവാത്ത റോളില് കണ്ടപ്പോ തന്നെ സന്തോഷം. രുക്മിണി വസന്ത് കഴിഞ്ഞ ദിവസം ഞാൻ മദിരാശി പടം കണ്ടപ്പോ ആലോചിച്ചു, ഇവൾക്ക് ആക്ടിങ് ഒന്നും അറിയില്ലല്ലോ, ഇവൾ എന്താ കാണിക്കുന്നത്, ഇവള് സപ്തസാഗരദാക്ഷികളിൽ കണ്ട പെണ്ണല്ലോ, ആ കലമ്പായല്ലോന്നൊക്കെ ആലോചിച്ചു. തീരെ ആക്ടിങ് മൊമെന്റ്സ് ഒന്നും എനിക്ക് വർക്കായില്ല ആ പടത്തില്. അതിന് എനിക്ക് തിരിച്ചൊരു മറുപടി കിട്ടി ഈ പടത്തില്. എന്താ അവളുടെ ആക്ടിങ്, ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ക്യാരക്ടർ ബിൽഡപ്പും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. പിന്നെ പറയാനാണെങ്കിൽ എല്ലാം 5 ഔട്ട് ഓഫ് 5 കണ്ണടച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ഡെക്കേഡ് അറിയപ്പെടുന്നത് 2015 വന്ന ബാഹുബലിയുടെ പേരിലാണ്. എനിക്ക് തോന്നുന്നു ഈ ഡെക്കേഡ് കത്താൻ പോകുന്നത് കാന്തര ചാപ്റ്റർ 1ഉം ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ 2ന്റെ പേരിലേക്കും. അത്രയും കിട്ടു സാധനം. ബഡ്ജറ്റൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണം. ഏറ്റവും വലിയ അത്ഭുതം അതാണ്, എങ്ങനെ ഇയാൾ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ബഡ്ജറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഇത്രയും റിസ്ക് എടുത്ത്. ഇതിൽ നമ്മൾ കുറെ വാർത്ത കേട്ടില്ല, ആൾക്കാർ മരിച്ചു. എങ്ങനെ മരിക്കാതിരിക്കുന്നത്? ഇതിൽ ഒരിടത്ത് പോലും ഡ്യൂപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഒരു സീനിൽ പോലും നമ്മൾ ഡ്യൂപ്പിനെ കിട്ടുന്നില്ല. കുതിരനെ പോലും ഒറിജിനൽ കാണിക്കുന്നത്. പിന്നെ ആനിമേഷൻ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കടുവനൊക്കെ ഒറിജിനൽ ആയിട്ട് തോന്നുന്നില്ല. കണ്ടവരോട് ചോദിക്കണം, ഈ പടം കണ്ടവരോട് ചോദിച്ചു നോക്കിയാൽ അറിയാം. ഇതിലെല്ലാ ജീവികളും ഒറിജിനൽ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുതിര ഒറിജിനൽ തന്നെയാണ്, അല്ലാതെ ഡ്യൂപ്പൊന്നും അല്ല, ആനിമേഷൻ ഒന്നല്ലെന്ന് തോന്നുന്നു. അത്രയ്ക്കും ടോപ്പ് സംഭവം. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് പണം എടുക്കുമ്പോൾ എന്തായാലും അപകടം പറ്റും. ആ ലെവലിലാണ് അവരെടുത്തിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. എല്ലാവരും ഇത് തിയേറ്ററിൽ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഭയങ്കര വിജയം കൊടുക്കുക. എന്നിട്ട് വേണം ചാപ്റ്റർ 3 ഇറങ്ങണമെങ്കിൽ. ഇതിനേക്കാളും വലുതായിരിക്കും. അപ്പോൾ ഇതിനേക്കാളും ടോപ്പ് സംഭവം വരാമോ.